വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കാലിലെ ഞരമ്പ് വീങ്ങുക എന്ന് പറയുന്ന ഒരു അസുഖത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഞാൻ ഡോക്ടർ ശ്രീജോയ് ഗംഗാധർ, കൺസൾട്ടൻറ്റ് ഹോമിയോപ്പതാണ്. വെരിക്കോസ് വെയിൻ അഥവാ കാലിലെ ഞരമ്പ് തടിക്കുന്ന അസുഖം കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാളും കണ്ടുവരുന്നത്. കൂടാതെ ഒരുപാട് സമയം നിൽക്കുന്നവരിൽ അല്ലെങ്കിൽ ഒരുപാട് സമയം ഇരിക്കുന്നവരിൽ അങ്ങനെയൊക്കെ ഈ വെരിക്കോസ് വെയിന് ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലിലെ ഞരമ്പിന് ഒരു വാൽവുണ്ട്. ആ വാൽവിൻ്റെ ഡിഫക്റ്റ് കൊണ്ട് അത് അവിടെ ആ രക്തക്കുഴലിലുള്ള വെയിൻസിലുള്ള രക്തം സ്റ്റാഗ്നേറ്റഡ് ആവുന്നത്, അതായത് പൂളിംഗ് ഓഫ് ബ്ലഡ് എന്ന് പറയും, അത് സ്റ്റാഗ്നേറ്റ് ആവുന്നത് കൊണ്ടുണ്ടാകുന്ന കണ്ടീഷനാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ നമ്മൾ കാണുന്നത് ബ്ലൂ കളറിലാണ് സാധാരണ വെരിക്കോസ് വെയിൻ, ബ്ലൂയിലോ അല്ലെങ്കിൽ റെഡിഷ് ടിഞ്ചിലോ ആയിട്ടാണ് വെരിക്കോസ് വെയിൻ കാണുന്നത്. അത് ബ്ലൂ ആയിട്ടോ റെഡ് ആയിട്ടോ കാണാൻ കാരണം അത് ലൈറ്റിൻ്റെ നമ്മുടെ സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ കാരണമാണ് അത് ബ്ലൂ ആയിട്ടോ അങ്ങനെയൊക്കെ കാണുന്നത്. അതിന് മെയിൻലി വരുന്നത് നമുക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്നത് കൂടുതൽ ഡിസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ കൂടുതൽ വേദനയുണ്ടാകും. കാരണം അത് വലുതായി കഴിഞ്ഞാൽ അത് ഞരമ്പുകളെ അമർത്തും. അതായത് നമ്മുടെ ഈ നെർവ് എൻഡിങ്സ് എന്ന് പറയും, അതിനെ അമർത്തി കഴിഞ്ഞാൽ സിവിയർ പെയിൻ ഉണ്ടാവും. പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ബ്ലീഡിങ് ഉണ്ടാവും. അതായത് ബ്ലീഡിങ് ഉണ്ടാവുമെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ബ്ലീഡിങ് ഉണ്ടാവും, നമുക്ക് വേദനയുണ്ടാവും. പക്ഷേ ഇത് ആ വേദനയൊന്നും ഉണ്ടാവില്ല, ഒരു പാസീവ് ബ്ലീഡിങ്, പാസീവ് ഹെമറേജ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ അത് അറിയേയില്ല ആൾക്കാർ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, അതായത് ഈ വലുതായിട്ടുള്ള ഈ ഞരമ്പുകളിൽ അതിൻ്റെ വലുതാകുന്നതനുസരിച്ച് അതിൻ്റെ രക്തക്കുഴലുകളുടെ ആ വലിപ്പവും കൂടി അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് കൂടി ഒന്ന് നേർത്ത് വരും ആ രക്തക്കുഴലുകൾ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചൊറിയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും തട്ടുകയോ ചെയ്താൽ അത് പൊട്ടിയിട്ട് മുഴുവൻ ബ്ലഡും അത് താഴേക്ക് പോകും, അല്ലാതെ പുറത്തേക്ക് പോകും. അപ്പോൾ അത് നമ്മൾ അറിയേയില്ല. അപ്പോൾ ചിലപ്പോൾ ക്ഷീണിച്ച് വീണാലോ അങ്ങനെയൊക്കെ നമ്മൾ അറിയുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇതിന് മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് കുറയാന്ന് പറഞ്ഞ സർജറിയാണ്. പക്ഷേ സർജറി കൊണ്ട് ഒരു കാര്യമില്ല, വീണ്ടും അതേപോലെ തിരിച്ചു വരും. കാരണം ഈ എടുത്തു കളയുന്ന വെയിൻസിനുള്ളത് അത് പോവായിരിക്കും. പക്ഷേ അതല്ലാണ്ട് ചെറിയ കാപ്പിലറീസ് എന്ന് പറയുന്ന ചെറിയ രക്തക്കുഴലുകളുണ്ട്, അത് വീങ്ങിയിട്ട് വീണ്ടും അതുപോലെ തന്നെ കംപ്ലൈൻറ്റ് വീണ്ടും തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് സർജറി ഒരു പരിഹാരമേ അല്ല. ഇതിന് മെയിൻലി ചെയ്യാൻ പറ്റുന്ന ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ഉണ്ട്. 3 മാസം മരുന്ന് കഴിക്കുക, അതോടൊപ്പം അത് കംപ്ലീറ്റ് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഇതൊക്കെ അബ്സോർബ് ചെയ്തു പോകും. അതുകൂടെ തന്നെ ഇതൊരു ഇൻഫ്ലമേഷൻ കാരണമായതുകൊണ്ട്, കാരണം എന്ന് വെച്ചാൽ ആ വാൽവിൻ്റെ പ്രശ്നം വരുന്ന ഇൻഫ്ലമേഷൻ കാരണമാണ്. അപ്പോൾ ആ ഇൻഫ്ലമേഷൻ്റെ പ്രശ്നമായതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ കാൽസ്യം അബ്സോർപ്ഷൻ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും തിരിച്ചു വരാണ്ടിരിക്കാനും അല്ലെങ്കിൽ വേറെ രക്തക്കുഴലിനെ ബാധിക്കാതിരിക്കാനും സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ 100% കുറഞ്ഞു വരുന്ന ഒരു അസുഖം തന്നെയാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. താങ്ക് യു.